നരകത്തുനിന്ന് രക്ഷിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ആളാണ് പുത്രൻ. പുത്രൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടി മാത്രമല്ല കേട്ടോ, പെൺകുട്ടിയാണ്. ഇപ്പൊ ശ്രീനാരായണ ഗുരു അദ്ദേഹം ഇപ്പൊ ശരീരമില്ല, പക്ഷെ അദ്ദേഹം എന്താണ് നമ്മളെ ഇടയിലൊക്കെ ജീവിക്കുന്നുണ്ട് അല്ലേ. 5 എലമെന്റ്സ് ബാലൻസ്ഡ് ആയാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. സന്താനങ്ങൾ ഉണ്ടാവണം, കുട്ടികൾ ഉണ്ടാവണം, വരുന്ന തലമുറ അതിനൊരു ദിശ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മരണാനന്തരം ചെയ്യേണ്ട ഒരു ദിശയും പറയുന്നുണ്ട്. 10 പ്രാണന്മാരുണ്ട്, അത് ഓരോന്നും പോകുന്നത് റിലീസാകുന്ന ഓരോ കാലഘട്ടത്തിലാണ്. നമ്മളെ ഒരു മരണാനന്തര ക്രിയ എന്ന് പറയുന്നതൊക്കെ ഒരു 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 പരിധി വരെ എന്ന് പറഞ്ഞാൽ അതിന് കഴിഞ്ഞ കാര്യമാണ്. ഇപ്പൊ നമ്മള് ഒരാള് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഒരു പ്രത്യേക ഒരു ഭാഗത്ത് വെച്ച് കത്തിക്കണം എന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ വാരണാസി അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ വേണമെങ്കിലും വെച്ച് കത്തിക്കാം. വീടുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴേക്കും അതിനെന്തെങ്കിലും ദോഷമോ കാര്യങ്ങളോ വരുന്നത് കൊണ്ടാണോ അങ്ങനെ ആ ഒരു പ്രത്യേക കോണിൽ മാത്രം കത്തിക്കണം എന്ന് പറയുന്നത്? വെരി ഗുഡ്, നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. ഇന്നുവരെ ആരും ചോദിക്കാത്ത ചോദ്യമാണ്. എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് കുറേ ആളുകൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഇതൊരു ഗംഭീര ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, അതായത് മരിച്ചു കഴിഞ്ഞാൽ ഇന്ന ദിശയിൽ തന്നെ മരണാനന്തര ക്രിയകൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അത് അവിടെ നിന്ന് തന്നെ വേണോ എവിടെ വെച്ചിട്ടും ചെയ്തുകൂടെ അല്ലേ? അത് ഇത് എന്താണെന്ന് വെച്ചാൽ വാരണാസിയിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ നാളെ അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ, വാരണാസിയിൽ. അപ്പോൾ അവിടെ ഈ ചില ഏരിയകളിൽ നമ്മൾ ശ്മശാനം എന്ന് പറയുന്നത് എന്താണ്, അത് ഈ പ്രക്രിയകൾക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ള അവിടെ ദിശയൊന്നും നോക്കാല്ലേ അവിടെ, കാരണം അവിടെ അതാണ് സിസ്റ്റം. നേരെ മറിച്ച് വീട് എന്ന് പറയുന്നതോ ദയിപ്പിക്കാനുള്ളതല്ല, നമുക്ക് താമസിക്കാനുള്ള. യെസ്, അപ്പോൾ അവിടെ നമുക്ക് എന്താ ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ വരണം. യെസ്, അപ്പോൾ അതിന് ഓരോന്നിനും ഓരോരോ ദിശകൾ പറയുന്നുണ്ട്. ഇപ്പോൾ തൊഴിൽപരമായിട്ട് മുന്നേറണം, അപ്പോൾ അതിനൊരു ദിശയുണ്ട്. ഇപ്പോൾ സന്താനങ്ങൾ ഉണ്ടാവണം, കുട്ടികൾ ഉണ്ടാവണം, വരുന്ന തലമുറ അതിനൊരു ദിശ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മരണാനന്തരം ചെയ്യേണ്ട ഒരു ദിശയും പറയുന്നുണ്ട്. സാധാരണ പറയുന്നത് തെക്ക് വശം എന്നാ പറയുക. കേരളത്തിൽ മനോഹരമായിട്ടുള്ള നാലുകെട്ടുകളും ഇതുമൊക്കെ ഉണ്ടാക്കിയത് ഒക്കെ നശിച്ചു പോകാനും ഒരു കാരണം ഇതാ. കാരണം എന്താണെന്ന് വെച്ചാൽ, മരണാനന്തര ക്രിയകൾക്ക് എന്ന് പറഞ്ഞിട്ട് തെക്ക് വശം കുറേ സ്ഥലം വിടും. ഈ തെക്ക് യഥാർത്ഥത്തിൽ ആ സ്പോട്ടിലാണ് ശരിക്കും സത്യമാണത്, കത്തിക്കുകയാണെങ്കിലും കുഴിച്ചിടാനും ഒക്കെ പറയുന്നത് അതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ യമൻ എന്നുള്ളതാണ് അവിടുത്തെ ദേവത. യമൻ എന്ന് പറഞ്ഞാൽ കാലൻ എന്ന് പറയും, അതായത് കാലത്തിനും അപ്പുറം. അതായത് നമ്മൾക്ക് ഈ സിസ്റ്റത്തിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്, എല്ലാ കാലവും നിൽക്കൂല. അപ്പോൾ അത് കഴിഞ്ഞാലും ശരി നമ്മളുടെ ആ സോക്കോൾ എനർജി ഉണ്ടാവും. അപ്പോൾ ആ കാലത്തിനും അപ്പുറം നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ ബോഡീനെ ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ ഈ ഡിസ്പോസ് ചെയ്യണമെങ്കിൽ പറയുക യമൻ എന്ന് പറയും തെക്ക് ഭാഗം. ഇനി അതിൽ നിന്ന് കുറച്ചുകൂടി മാറിയിട്ട് അഗ്നികോണ് തെക്ക് കിഴക്കും അതിന് വേണ്ടിയിട്ട് ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ രണ്ടിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സ്ഥലങ്ങളും ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലമാണ്. നേരെ മറിച്ച് വടക്ക് വശം എന്നൊക്കെ പറഞ്ഞാലോ ഊർജ്ജം ഇങ്ങോട്ട് വരാനുള്ള സ്ഥലമാണ്. അപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് സൗകര്യം എവിടെയാണെന്ന് വെച്ചിട്ട് കത്തിക്കാനൊന്നും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ശ്മശാനമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു മരണാനന്തര ക്രിയ എന്ന് പറയുന്നതൊക്കെ ഒരു 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 പരിധി വരെ എന്ന് പറഞ്ഞാൽ അതിന് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ഗ്രോത്ത് അല്ല താഴേക്കാം, പക്ഷേ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ പറയുകയാണെങ്കിൽ അതിൻ്റെ പർട്ടിക്കുലർ ദിശയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണമായി വരും. നേരെ മറിച്ച് നല്ല ദിശകളിൽ വടക്കുന്നോ കിഴക്കുന്നോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പോസിറ്റീവായിട്ട് ഊർജം വരേണ്ട സ്ഥലത്തുനിന്ന് വീട്ടിലേക്ക് വരിക ഈ ശവം കത്തിച്ചതിൻ്റെയൊക്കെ ഇതായിരിക്കും വരിക. അപ്പോൾ വീട്ടിലെ അന്തരീക്ഷം ആകെ കൂടി മോശമാവും. അത് വേണമെങ്കിൽ ഒരു പ്രേതബാധ എന്നൊക്കെ വേണമെങ്കിൽ പിന്നീട് പറഞ്ഞു. പ്രേതബാധ എന്ന് പറയുന്നത് അതിൽ നിന്ന് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രേതബാധ എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ബോഡി കത്തിച്ചു കഴിഞ്ഞു, ഓക്കെ, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഓറ എന്നൊക്കെ പറയും, കേട്ടിട്ടുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഒക്കെ ഫോട്ടോത്തിന് ചുറ്റും കണ്ടില്ല ഒരു ഹേലോ, ഈശ്വരന്മാരെയൊക്കെ അതില്ലേ, നമുക്കും ഉണ്ട് കേട്ടോ, അത് എല്ലാവർക്കും ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് എടുക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസ് നമ്മൾ ബോഡി കത്തിച്ചു കഴിഞ്ഞാൽ ശരി ഈ സ്പേസ് അവിടെ ഉണ്ടാവും. അത് പിന്നെ ലയിപ്പിക്കണം, പ്രപഞ്ചത്തിലേക്ക് തിരിച്ച് ലയിപ്പിക്കണം. അതിനാണ് നമ്മൾ എന്താണ് 10 ദിവസം ബലിയിടണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പുത്രൻ്റെ ധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ, പുത്രൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടി മാത്രമല്ല കേട്ടോ, പെൺകുട്ടിയാണ്. പുത്രൻ എന്ന് പറഞ്ഞാൽ അതായത് അതായത് നരകത്തുനിന്ന് രക്ഷിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ആളാണ് പുത്രൻ.
അതെന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുമോ? പക്ഷെ ഇയാൾ ഉപയോഗിച്ചൊരു സ്പേസ് ഉണ്ടാവും. അതിന് പറയും ആദവാഹക ശരീരം എന്ന് പറയും. ആദവാഹക ശരീരം അതവിടെ ഉണ്ടാവും. അത് പിന്നെ സ്ലോലി ആ സ്പേസ് ഇല്ലാണ്ടാകുക, മേഴ്സ്ഡ് ആകുക ചെയ്യുക. അപ്പോൾ അതാണ് ഇന്നലെ ഞാനിവിടെ ആളെ കണ്ടു എന്നൊക്കെ പറയില്ലേ ചില മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു സ്പേസ് ചിലപ്പോൾ ഇവൻ ചില അന്തരീക്ഷത്തിലൊക്കെ നിൽക്കുമ്പോൾ പുകയൊക്കെ മൂടി കിടക്കുമ്പോൾ ഒക്കെ ഈ സ്പേസ് ഇങ്ങനെ കാണാൻ വരെ പറ്റും. അതിനെയാണ് നമ്മൾ പ്രേതം എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് സാധനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ സാധനം അവിടെ ഇല്ല. പക്ഷേ ആ ഒരു സ്പേസ് അവിടെ ഉള്ളത് കൊണ്ടും ബാക്കിയൊക്കെ എന്താ പറയുക, ഇപ്പം രാവിലത്തെ ഒരു അന്തരീക്ഷമൊക്കെ അല്ലേ ഈ മഞ്ഞ് മൂടിയതും അങ്ങനെയൊക്കെ ഉള്ളതിലാകുമ്പോൾ അതിൻ്റെ ഇതിലൊക്കെ എന്ന് പറയുമ്പോൾ ആ സ്പേസ് അവിടെ കാണും. അത് പക്ഷെ അത് പിന്നീട് എന്ന് പറഞ്ഞാൽ 10 ദിവസം ബലിയിട്ട് അതിന് ശേഷം അതിനെ ലയിപ്പിക്കണം. ഇതിനൊരു സയൻസ് തന്നെ ഉണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഒരു ദശപ്രാണൻ എന്ന് പറയും, 10 പ്രാണന്മാരുണ്ട്. അത് ഓരോന്നും പോകുന്നത് റിലീസാകുന്ന ഓരോ കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ 10 ദിവസം ഇത്, അത് കഴിഞ്ഞാൽ 16ാമത്തെ അടിയന്തരം, പിന്നെ 41, ഇങ്ങനെ ഓരോരോ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഓരോരോ പ്രാണൻ പോയിട്ട് ആകാൻ വേണ്ടിയിട്ടുള്ള ഓരോ ചടങ്ങുകളാണ്. അത് നമ്മളെ ഭാരതത്തിലുള്ളത് വളരെ സയൻറ്റിഫിക്കലി അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ലാസ്റ്റ് എന്താ പറയുക, ധനഞ്ജയ എന്ന് പറയുന്നതാണ് ശരിക്കും ചില ആളുകൾ ദിവ്യ ആത്മാക്കളൊക്കെ ആയി വരിക. അതെന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരൊക്കെ ആയി വലിയ ഇപ്പം ശ്രീനാരായണ ഗുരു, അദ്ദേഹം ഇപ്പം ശരീരമില്ല, പക്ഷെ അദ്ദേഹം എന്താണ് നമ്മളെ ഇടയിലൊക്കെ ജീവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ വലിയ ഇതൊക്കെയാണത്. അപ്പോൾ ആ ഒരു ഈശ്വരൻ്റെ തലത്തിലേക്ക് ഉയരുക എന്ന് പറയും. അങ്ങനെയുള്ളതാണ്. അങ്ങനെയുള്ളവരെയാണ് ശരിക്കും വീട്ടിൽ ഫോട്ടോ ഒക്കെ വെക്കാന്നൊക്കെ ഉള്ള ഇതുണ്ട്. അപ്പോൾ പറയണത്രയേ ഉള്ളൂ. ഇപ്പോൾ പ്രേതബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഫ്രീക്വൻസി, ഒന്ന് നേരത്തെ പറഞ്ഞ ആഗ്രഹത്തിൻ്റെ ഫ്രീക്വൻസി, 2 ഈ പറഞ്ഞ ഈ രൂപം എന്ന് പറയുന്നത് അധികാലം നിൽക്കില്ല, എന്നാലും ആ ഒരു ഇത് വരുന്നത്. പക്ഷെ അതൊരു ശൂന്യതയാണ് യഥാർത്ഥത്തിൽ അതില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എന്താ പറയുക, യക്ഷി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളു പൊള്ളിയാണ്, പുറംഭാഗം പൊള്ളിയാണ് എന്നുള്ള കഥയിൽ തന്നെ കേട്ടിട്ടുണ്ടാവും. അതായത് അവിടെ സ്പേസ് ഇല്ല എന്നാ ശരിക്കും. അത് സ്പേസ് മാത്രമേ ഉള്ളൂ, സാധനം ഇല്ല. അതുകൊണ്ടാണത്. പക്ഷേ നമ്മൾക്ക് ഈ കണ്ണുകൊണ്ട് കാണുന്നത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തായി, നമ്മളെ ഇത് പോയി, നമ്മളെ അത് കാണുമ്പോഴത്തേക്ക് അമ്മേതായി അല്ലേ പറയാം. പക്ഷെ അതിന് മനസ്സിലാക്കിയിട്ട് അത് ഇന്നതാണെന്ന് ഉൾക്കൊണ്ടിട്ട് നമ്മളിത് ആക്കുകയാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നവുമില്ല. അതിപ്പോൾ ഡെലിവറിയിൽ കണ്ടില്ല, അപ്പോൾ അവൻ അതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ എന്തായി, പ്രശ്നമില്ലാണ്ട് അതിൻ്റെ സോൾവ് ചെയ്യാനുള്ളതായി. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ട് എന്നാ പറയുക. കാരണം എന്ന് പറഞ്ഞാൽ പക്ഷെ അതിൽ കണ്ടാൽ ഇങ്ങനെ അത്രയും മനോഹരമായിട്ട് കാണുക എന്നുള്ളതൊന്നുമില്ല. ആ രൂപത്തിൻ്റെയൊക്കെ ഒരു ഇത് ചിലവർക്ക് അത് കാണും. ഇതിപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഓറ എന്നൊക്കെ പറയുന്ന അതിൽ നിന്നുള്ളതെന്ന് കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് ചിന്തിക്കുക. അപ്പോൾ അത് വാസ്തുവിൽ എങ്ങനെ ബാധിക്കുക എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു എനർജി വീട്ടിലുണ്ടെങ്കിലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മളെ പ്രോഗ്രസ് കുറഞ്ഞു പോകും. അതായത് നേരത്തെ പറഞ്ഞ രാഘവേട്ടന് ആനേനെ മേടിക്കാൻ പറ്റിയില്ല, രാഘവേട്ടൻ മരിച്ചുപോയി. പക്ഷെ ഈ ആനേനെ മേടിക്കണം എന്നുള്ള ചിന്തയുണ്ടല്ലോ, അത് ആ വീട്ടിലുണ്ടാവും. അപ്പൊ അത് ബാക്കിയുള്ളവരെ ഇങ്ങനെ സ്വാധീനിക്കാൻ തുടങ്ങും. ആനേനെ മേടിക്കും. അപ്പൊ നമുക്കൊരാഗ്രഹം ഉണ്ടാവും. ഇപ്പൊ പുത്രനൊരാഗ്രഹം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ഒന്നും അല്ലാത്ത ഒരാൾ വന്നു, അയാൾക്കൊരാഗ്രഹം ഉണ്ടാവും. പക്ഷെ അയാൾ ആഗ്രഹം സാധിക്കുന്നതിന് ഇതൊരു ഡിസ്റ്റർബൻസാണ്. അപ്പം അയാൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാനും പറ്റില്ല. ഇയാൾ ആ കൂടി ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പിന്നെ ഒരു ഇതും ഇല്ലാണ്ട് ആനേനെയൊക്കെ കാണാൻ പോകുന്നു. മനസ്സിലായില്ലേ? ഒരു ഇതില്ലാണ്ട് ഉത്സവപ്പറമ്പ് പോകണം, ആനേനെ പോയി നോക്കിക്കണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരും. അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, അതായത് ക്യൂരിയോസിറ്റി ചോദിക്കുന്ന കേട്ടോ. അതായത് ഇപ്പൊ ആനേനെ മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി രാഘവേട്ടൻ മരിച്ചുപോയി. അപ്പോ ആ വീട്ടില് പിന്നീട് വന്നിട്ടുള്ള ആൾക്കാരോ അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരോ ആനേനെ മേടിക്കണം എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഇങ്ങനെ തോട്ട് വരുന്നു. പക്ഷെ ഇവരുടെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുന്നു. പക്ഷെ ഈ ആനേനെ മേടിക്കണമെങ്കിൽ വലിയൊരു എമൗണ്ട് ചെലവാകും. അപ്പൊ അതിനുവേണ്ടി രാഘവേട്ടൻ സഹായിക്കുമോ? രാഘവേട്ടനെ സഹായിക്കാൻ എന്ന് പറഞ്ഞാൽ, രാഘവേട്ടൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പവർ രാഘവേട്ടനും ഇല്ല ഇവിടെ. ആനേനെ മേടിക്കണം എന്നുള്ള തോട്ട് മാത്രമാണ്. സഹായിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ, അതിനുള്ള ധനം ഉണ്ടാക്കണം എന്നുള്ള തോട്ട് വേണം. പക്ഷെ ഈ തോട്ട് എന്താ, ആനേനെ മേടിക്കാന്ന് മാത്രമാണ്. ധനം ഉണ്ടാക്കുക എന്നുള്ള തോട്ട് അതിലില്ല. ഇനി ആ തോട്ട് ഉണ്ടെങ്കിൽ രാഘവേട്ടൻ തന്നെ മേടിച്ചിട്ടുണ്ടാവുമായിരുന്നു. അല്ല പറയണത് ഇതെന്താണെന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ തോട്ടാണത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പം ആനേനെ മേടിക്കണം, ഈ ഒരു ആഗ്രഹമാണ്, ആ ഒരു തോട്ടാണ്. ആ തോട്ടാണ് സ്വാധീനിക്കുന്നത്. അപ്പോൾ അത് സഹായിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ആണ് ഇതിപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ചിത്രം ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ ഒരു വീട്ടിൽ താമസാക്കി, പക്ഷെ ചിത്രേൻ്റെതായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ചിത്രക്കകത്ത് വെക്കേണ്ട, പക്ഷെ അതിനൊന്നും പോകാൻ പറ്റില്ല, വേണ്ടാണ്ട് അതിനും ഇതിനൊക്കെയാണ് പോണത്. അപ്പോൾ ചിത്രക്ക് ഇതെന്താ ഇങ്ങനെ ഒരു സാധനം വരില്ലേ? ഈ ഒരു വന്നാലാണ് നമ്മൾ അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കുക. അപ്പോഴാണ് ജ്യോതിഷന്റെ അടുത്തൊക്കെ പോകുക നമ്മൾ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പെട്ടുപോവാള്. അപ്പൊ നമ്മളെ കാര്യവും നടക്കൂല, ഇങ്ങനെയുള്ളതും ഇതുമായി അതിങ്ങനെ നടക്കും. അതാണ് ചില സ്വാധീനങ്ങള്, ബാധ എന്നൊക്കെ പറയുന്നത്. ഈ പ്രേതബാധ എന്നൊക്കെ പറയുന്നതൊക്കെ ഇങ്ങനെയുള്ള ഓരോന്നിൻ്റെ സ്വാധീന. അപ്പൊ അതിന് ഒന്ന് വാസ്തു കറക്റ്റാണോ ആ വീട്ടിലേക്ക് അങ്ങനെയുള്ളത് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 5 എലമെന്റ്സ് ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ് കറക്റ്റായിട്ടുള്ള വാസ്തു. 5 എലമെന്റ്സ് ബാലൻസ്ഡ് ആയാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജിക്ക് അവിടെ നിൽക്കാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെയുള്ള എനർജികൾ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് അഗ്നികോണിൽ എന്തും പ്രോബ്ലം വരും, 2 തെക്ക് പടിഞ്ഞാറ് മൂലയിലും പ്രോബ്ലം വരും, 3 സൗത്തിലൊക്കെ വലിയ കുറേ സ്ഥലങ്ങളൊക്കെ വരും. ഇങ്ങനെ ഓരോന്നൊക്കെ വരും. പിന്നെ ആ കൂടി മാറാല കെട്ടി ഇങ്ങനെ ഒരു അന്തരീക്ഷം അവിടെ ഫോം ചെയ്യാൻ തുടങ്ങും. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഊർജം കളയുന്ന സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ അക്യുമുലേറ്റഡ് ആകാൻ തുടങ്ങും. അപ്പോൾ ഐശ്വര്യം ഉണ്ടാകണോ, ആദ്യം തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ളതും വേണ്ടാത്തതും അതും ഇതൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുക. പറയുന്നത് എന്താ, ലക്ഷ്മി വരിക വൃത്തിയും വെടുപ്പുള്ള വീട്ടിലാണ്. യെസ്. അപ്പോൾ ലക്ഷ്മിക്കുട്ടി വരണോ ഇങ്ങനെയുള്ള അൺവാണ്ടഡ് ഒക്കെ ഒഴിവാക്കുക, അല്ലെങ്കിൽ ചേഷ്ട, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള പവേഴ്സൊക്കെയാണ് പിന്നെ അവിടെ വരിക. അപ്പോൾ ഇതിന് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഒന്ന്, വീട് നല്ല വൃത്തിയും വെളുപ്പൊക്കെ ആക്കുക. പിന്നെ വാസ്തു പ്രകാരം കറക്റ്റായിട്ടുള്ള അതാത് സ്ഥാനത്ത് അത് വരിക. അങ്ങനെയായാലും വേണ്ടാത്ത എന്താ ഈ പറഞ്ഞ ആത്മാവും അല്ല ഇങ്ങനെയുള്ള ഡെഡ്യൂലേ ഒന്നും അവിടേക്ക് വരില്ല. പിന്നെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫ്രീക്വൻസീസ് ഉണ്ട്. ആ ഫ്രീക്വൻസീസ് നമ്മളെ ഫ്രീക്വൻസി ആയിട്ട് കണക്റ്റ് ആകുമ്പോഴാണ് അത് വരുന്നത്. അതിനെ ഒഴിവാക്കുക. കൃത്യമായിട്ടുള്ള ഭാഗത്ത് എന്താ പറയുക, നമ്മൾ തല വെച്ച് കിടക്കണത് അങ്ങനെയുള്ളെങ്കിൽ ഇതൊക്കെ ഉള്ളത് കറക്റ്റായിക്കുകയാണെങ്കിൽ സയൻറ്റിഫിക്കലി ഇതിന് കറക്റ്റാക്കാൻ പറ്റും. സൊല്യൂഷൻ ഉണ്ട്, 100%. വാസ്തുവിൽ 100% സൊല്യൂഷൻ ഉണ്ട്. 100% വി ക്യാൻ ക്യൂർ. ഗുഡ്.